ഇദ്ദേഹമാണ് ഉത്തരവ് നൽകിയത്. സന്തോഷം. അല്ല സംഘടിപ്പിക്കുന്ന ചോദ്യം നമ്പർ 1. ആദ്യത്തെ ചോദ്യം. 309 വർഷം ഒരു കൂട്ടർ ആളുകൾ ഗുഹയിൽ ഉറങ്ങിയിട്ടുണ്ട്, തുടർച്ചയായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ആ കൂട്ടരുടെ പേരെന്താണ്? മാഷാ അല്ലാഹ്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കൈ ഉയർത്തിയിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫാണ് 309 വർഷം തുടർച്ചയായിട്ട് ഉറങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ പേര്? സൈഫുല്ലാഹി നവവി. മാഷാ അല്ലാഹ്. ഇന്നൊരു ഉസ്താദാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തിന് നമുക്ക് റിട്ടൺ പ്രീമിയമിന്റെ ഇവർ പിറന്നാൾ ഗിഫ്റ്റ് ഇദ്ദേഹത്തിന് കൊടുക്കാം. കൊടുത്തോ? മാഷാ അല്ലാഹ്. സന്തോഷമായില്ലേ? മാഷാ അല്ലാഹ്. 4 വിഭാഗങ്ങളുണ്ട് അല്ലെ? ഹനഫി, ഷാഫി, ഹംബലി, മാലിക്കി. അതുപോലെ തന്നെ അഖീദപരമായിട്ടുള്ള 2 വിഭാഗം ഏതെല്ലാം? സഹിയായ അഖീദപരമായിട്ടുള്ള 2 വിഭാഗം. മാഷാ അല്ലാഹ്. അല്ല മാഷാ അല്ലാഹ്. വീണ്ടും ഇദ്ദേഹം ഉത്തരം പറഞ്ഞു. ഉത്തരം മാഷാ അല്ലാഹ് അശ്ശരി. അതുപോലെ തന്നെ മാതുരിദി അശ്ശരിയാണ് ഉത്തരം. ഇദ്ദേഹത്തിന് നമുക്ക് റിട്ടൺ പ്രീമിയം ഗിഫ്റ്റ് കൊടുക്കാം. കൊടുത്തു? മാഷാ അല്ലാഹ്. 2 പ്രാവശ്യമാണ് ഇദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുള്ളത്. മദീനയുടെ പഴയ പേരെന്താണ്? അവസാനത്തെ ചോദ്യം. മദീനയുടെ പഴയ പേരെന്താണ്? മാഷാ അല്ലാഹ്. അദ്ദേഹമാണ് കൈ ഉയർത്തിയത്. ആദ്യം കൈ ഉയർത്തിയ അദ്ദേഹമാണ്. മദീനയുടെ പഴയ പേരെന്താണ്? മാഷാ അല്ലാഹ്. യസ്രിബ് എന്നാണ്. ഇദ്ദേഹത്തിന് റിട്ടൺ പ്രീമിയം ഇവർ ഗിഫ്റ്റ് കൊടുക്കാം. മാഷാ അല്ലാഹ്. സന്തോഷമായില്ലേ? മാഷാ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവിന്റെ പേര്? അല്ല അല്ല. അറിയോ? അല്ല അല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവിന്റെ പേര് ആർക്കെങ്കിലും അറിയോ? ആസർ ആണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവിന്റെ പേര്. ഒരു 100 രൂപ എടുത്തു. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? മാഷാ അല്ലാഹ്. ചോദ്യം പറയുമ്പോൾ തന്നെ ഉത്തരം പറഞ്ഞ ഒരാളാണ്. ഉത്തരം മാഷാ അല്ലാഹ്. ഫാത്തിഹ ആണ് ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത്. 100 രൂപ എടുത്തു. അടുത്ത ചോദ്യം. 950 വർഷം പ്രബോധനം നടത്തിയ പ്രവാചകൻ ആരാണ്? 950 വർഷം പ്രബോധനം നടത്തിയ പ്രവാചകൻ. മാഷാ അല്ലാഹ്. ഉത്തരം നൽകിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഉത്തരം നൽകിയത്. ഉത്തരം നൂഹ് നബി അലൈഹി സ്വലാമാണ് 950 വർഷം പ്രബോധനം നടത്തിയത്. 100 രൂപ എടുത്തോ?